ദ ലെജൻഡ് ഓഫ് കിച്ചൺ സോൾജർ എപ്പിസോഡ് 3 തുടങ്ങുന്നത് സിയോങ് ജെക്ക് ഷെഫ് പാത്ത് അവസാനിച്ചു എന്നൊരു സിസ്റ്റം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതോടെയാണ്. അതേസമയം ക്വാൻ ചോലും ജിയോങ്ങും രാത്രി പട്രോൾ ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോൾ ടിഒഡി ഡ്യൂട്ടിയിലേക്ക് ട്രാൻസ്ഫർ ആയ ശേഷം സിയോങ് ജോയെ എങ്ങനെ കഷ്ടപ്പെടുത്താമെന്ന് സംസാരിക്കുകയാണ്. എന്നാൽ അപ്രതീക്ഷിതമായി ഒരു അജ്ഞാതൻ സഹായം ചോദിച്ച് അവരുടെ മുന്നിലെത്തുന്നു. രണ്ടുപേരും നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. ഈ ആളുകളാണ് സിയോങ് ജോയെ കഷ്ടപ്പെടുത്താൻ പോകുന്നത്. ആ മനുഷ്യൻ ഉത്തര കൊറിയൻ സൈനികനായ കിം മിൻഹോ ആണെന്ന് പിന്നീട് മനസ്സിലാകുന്നു. ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട് തെറ്റായി ദക്ഷിണ കൊറിയൻ തീരത്ത് എത്തിപ്പെട്ടവനാണ് അവൻ. താൻ ഡിഫക്റ്റ് ചെയ്യാൻ വന്നതല്ല, തിരികെ സ്വന്തം നാട്ടിലേക്ക് പോകണമെന്നാണ് അയാൾ ആവർത്തിച്ചു പറയുന്നത്. സിയോക് ഹോ ഇതിനെ തന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നല്ലൊരു അവസരമായി കാണുമ്പോൾ ജെയോങ് ഇത് വലിയ ഡിസിപ്ലിനറി പ്രശ്നമാകാമെന്ന് ആശങ്കപ്പെടുന്നു. എന്നാൽ യേറിൻ മാത്രമാണ് ശാന്തമായി ആദ്യം അവന്റെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യണമെന്ന് പറയുന്നത്. അവർ വെള്ളവും ഭക്ഷണവും നൽകാൻ ശ്രമിച്ചിട്ടും മിൻഹോ എല്ലാം നിരസിക്കുന്നു. അപ്പോഴാണ് യേറിൻ സിയോങ് ജിയെ തയ്യാറാക്കിയ പോർക്ക് കട്ട്ലേറ്റ് ഓർക്കുന്നത്. മിൻഹോ ആദ്യ ബൈറ്റ് എടുത്ത നിമിഷം എല്ലാം മാറിപ്പോകുന്നു. പെട്ടെന്ന് സീൻ മുഴുവൻ ഒരു ഫാന്റസി കോൺസെർട്ട് പോലെ മാറി. സൗത്ത് കൊറിയൻ പോർക്ക് കട്ട്ലേറ്റ് എത്ര അത്ഭുതകരമാണെന്ന് പാടി ആഘോഷിക്കുന്ന മിൻഹോയെ കാണിക്കുന്നു. അവൻ ഭക്ഷണം കഴിച്ചു തീരുമ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിലെ ഉദ്യോഗസ്ഥർ അവന്റെ നിലവിളി കേട്ട് ടോർച്ചർ നടക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് മുറിയിലേക്ക് കയറുന്നു. പക്ഷെ അവർ കാണുന്നത് രുചികരമായ ഭക്ഷണത്തിൽ വിസ്മയിച്ചു നിൽക്കുന്ന മിൻഹോയെയാണ്. സിയോങ് ജെയുടെ കുക്കിംഗ് തന്നെയാണ് മിൻഹോയുടെ മനസ്സ് മാറാൻ കാരണമാകുന്നത്. ശേഷം സർക്കാർ ഉദ്യോഗസ്ഥരോടൊപ്പം പോകുന്നതിന് മുൻപ് സൗത്ത് കൊറിയയിൽ എത്തിയ ശേഷം ജീവിതത്തിലെ ഏറ്റവും രുചികരമായ ഭക്ഷണം തന്നതിന് മിൻഹോ സിയോങ് ജെയോട് നന്ദി പറയുന്നു. ഈ സംഭവത്തെ വിജയകരമായി കൈകാര്യം ചെയ്തതിനുള്ള റിവാർഡായി കിച്ചൺ ടീമിന് 4 ദിവസത്തെ ലീവ് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ഹിഡൻ ഗെയിം കംപ്ലീറ്റ് ചെയ്തതിലൂടെ സിയോങ് ജിയുടെ ഷെഫ് പാത്ത് വീണ്ടും ആക്റ്റീവ് ചെയ്യപ്പെടുന്നു. ഇനി കിച്ചൺ ഡ്യൂട്ടിയിൽ ഒഫീഷ്യലി അസൈൻ ചെയ്ത സിയോങ് ജെ പുതിയ റെസിപ്പീസും കുക്കിംഗ് സ്കിൽസും അൺലോക്ക് ചെയ്ത് തന്റെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ തുടങ്ങുന്നു. മെസ് ഹാളിലെ അന്തരീക്ഷം മുഴുവനായി മാറുകയാണ്. മുമ്പ് ഭക്ഷണ സമയത്ത് മടിച്ചെത്തിയിരുന്ന സോൾജേഴ്സ് ഇപ്പോൾ ഭക്ഷണത്തിനായി ഓടിയെത്തുന്നു. ലെഫ്റ്റ് ഓവേഴ്സ് പോലും ഇല്ലാതാകുന്നു. പന്നികൾക്കായി ബാക്കി ഭക്ഷണം എടുക്കാൻ വന്നിരുന്ന മിസ് ജങ് പോലും ഷോക്ക് ആകുന്നുണ്ട്. കാരണം എപ്പോഴും ഭക്ഷണം ബാക്കി വന്നത് കളയാറുള്ളതാണ്. ഇപ്പോൾ നോക്കുമ്പോൾ അതിൽ ഒരു അരിമണി പോലുമില്ല. എന്നാൽ എല്ലാവർക്കും ഇത് ഇഷ്ടമാകുന്നില്ല. കിച്ചൺ ടീമിന് ലഭിക്കുന്ന പ്രശംസ കണ്ട് ക്വാങ് ചോൾ അസൂയപ്പെടുന്നു. ഒടുവിൽ ബാത്റൂം ക്ലീനിംഗ് സമയത്ത് സിയോങ് ജെയെയും മൺ ഇക്കിനെയും അവൻ നേരിടുകയാണ്. കാരണം കടൽ തീരത്ത് വന്നടിഞ്ഞ മിൻഹോയെ കണ്ടെത്തിയത് അവരാണെങ്കിലും അതിന്റെ ക്രെഡിറ്റ് മൊത്തം കിട്ടിയത് സിയോങ് ജെക്കും കിച്ചൺ ടീമിനുമല്ലേ. ഷെഫ് പാത്ത് സിസ്റ്റം പോലും ക്വാങ് ചോളിന്റെ ദേഷ്യം മാക്സിമം ലെവലാണെന്ന് വാർണിംഗ് നൽകുന്നു. ഫൈറ്റ് തുടങ്ങാനിരിക്കെ ഡോങ് ക്യുൻ എത്തി അവരെ രക്ഷിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു കോൺഗ്രസ്മാൻ ബേസ് ഇൻസ്പെക്ഷനായി എത്തുമെന്ന വാർത്ത ലഭിക്കുന്നു. മിലിറ്ററി ഫുഡ് ക്വാളിറ്റിയെ കുറിച്ചുള്ള വിമർശനങ്ങൾ കാരണം കിച്ചൺ വലിയ പ്രഷറിലാകുന്നു. പ്രശ്നം എന്തെന്നാൽ ആ ദിവസത്തെ മെനു ബ്രേസ്ഡ് ബോൺലെസ് പോളോക്ക് ആണ്. എന്ന് വെച്ചാൽ മുള്ളില്ലാത്ത ഒരു തരം ഫിഷ് കറി. എന്നാൽ ഫിഷി സ്മെൽ കാരണം സോൾജേഴ്സ് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഡിഷാണത്. സിയോങ് ജെ ഗെയിം സിസ്റ്റം റെസിപ്പീസ് ഉപയോഗിച്ച് ഡിഷ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഓരോ റെസിപ്പിയും അവന്റെ പ്രഷ്യസ് ലൈഫ് പോയിന്റ് കൺസ്യൂം ചെയ്യുകയാണ്. പല ലൈഫ് ഉപയോഗിച്ചിട്ടും ഫിഷി സ്മെൽ മാറുന്നില്ല. അപ്പോഴാണ് സ്പാഗാറ്റി ഡിഷിൽ ടൊമാറ്റോ പേസ്റ്റ് ഉപയോഗിച്ച് അച്ഛൻ ഫിഷി സ്മെൽ മാറ്റി സമാനമായ ഒരു ഡിഷ് തയ്യാറാക്കിയത് അവന് ഓർമ്മ വരുന്നത്. ബാക്കിയുള്ള അവസാന ലൈഫും റിസ്ക് ചെയ്ത് അവൻ പുതിയ റെസിപ്പി അൺലോക്ക് ചെയ്യുന്നു. എന്നാൽ അവൻ ചെയ്തു കൂട്ടുന്നത് കണ്ട് ഭക്ഷണം കുളമാകുമോ എന്ന് പേടിച്ചിട്ടാണ് മറ്റുള്ളവർ നിൽക്കുന്നത്. ഭക്ഷണം ഉണ്ടാക്കി തീരുന്ന അതേ സമയം തന്നെ കോൺഗ്രസ്മാൻ ഉയർന്ന ഉദ്യോഗസ്ഥരും മീഡിയയും ക്യാമറയും കൂട്ടി മെസ് ഹാളിലേക്ക് എത്തുന്നു. ചിക്കന് പകരം പൊളോക്ക് ഡിഷ് സെർവ് ചെയ്യപ്പെട്ടപ്പോൾ എല്ലാവരും പാനിക്കാകുന്നു. കോൺഗ്രസ്മാന് ഈ ഡിഷ് ഇഷ്ടമല്ലെന്ന് വ്യക്തമായിട്ടും ക്യാമറയ്ക്ക് മുന്നിൽ പൊളൈറ്റായി അത് കഴിക്കാൻ കോൺഗ്രസ്മാൻ നിർബന്ധിതനാകുന്നു. ഷെഫ് പാത്ത് സിസ്റ്റം അതിരു കടന്ന് ഉപയോഗിച്ച സിയോങ് ജെ കിച്ചണിൽ തന്നെ തളർന്നു വീഴുന്നു. അത് കണ്ട് എല്ലാവരും ഷോക്കാകുമ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് സസ്പെൻസിലാണ് എപ്പിസോഡ് 3 അവസാനിക്കുന്നത്. സിയോങ് ജെ തന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്തുണ്ടാക്കിയ ഈ ഡിഷ് കോൺഗ്രസ്മാൻ ഇഷ്ടമാകുമോ എന്ന് കണ്ടറിയാം. ഇനി എന്താണ് സിയോങ് ജെക്ക് സംഭവിക്കാൻ പോകുന്നത്? ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.